welcome to my channel, The We Journey. I'm V. Join me as I document my journey of life. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് വീക്കെൻഡ് ആണ്, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം വീക്കെൻഡായ മസ്റ്റ് ആയിട്ടും ഇവിടെ ഒരു കറക്റ്റ് ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മള് പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പോകുന്നത് എന്റെ ഒരു കസിന്റെ വീട്ടിലേക്കാണ്. സോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുന്നു, ഒരു ഡ്രൈവിന് പോകുന്നു, ഫുഡ് അടിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആയാലും ശരി, വീക്ക് ഡേയ്സ് ആയാലും ശരി, നമ്മളിവിടെ കറക്റ്റ് ചായ അല്ലെങ്കിൽ ഫ്രഷ് മിൽക്ക് ചായ കുടിക്കുന്ന ഒരു എന്താ പറയുക, ഒരു റിച്വൽ പോലെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മള് ഒരുപാട് കാഫ്റ്റീരിയാസ് ഉണ്ട്. മിക്കതും മലയാളീസ് തന്നെയാണ് നടത്തുന്നത്. അപ്പൊ അവിടെ പോയി ചായ ഓർഡർ ചെയ്യുന്നത് നല്ല രസം. ചേട്ടാ 2 ഫ്രഷ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വണ്ടി ഇരുന്നാൽ മതി, ഇവിടെ ചായ കൊണ്ടുതരും. ഇപ്പൊ ഗോൾഡൻ അവർ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. റോഡ്സ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. സൺസെറ്റിന്റെ ടൈമാണ് ഇപ്പൊ ഓൾമോസ്റ്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ കസിൻ, അവർ ലിറ്റിൽ സ്റ്റാർ നന്നു. അപ്പൊ നമ്മളിപ്പോ എവിടെയാ പോകാൻ പോകുന്നത്? കുക്കർ ബിരിയാണി കഴിക്കാണ് പോകാൻ പോകുന്നത്. ഞങ്ങൾ അപ്പുറത്തിരുന്ന് വർത്താനം പറയുന്ന പോലെ തന്നെ ഇവിടെയും രണ്ടുപേര് വളരെ ഗംഭീരമായ ചർച്ചയിലായിരുന്നു ലൂസിഫറിനെ കുറിച്ചും എമ്പുരാനെ കുറിച്ചും എല്ലാം. ദിവ്യ ചേച്ചി എനിക്ക് കുഞ്ഞിലേ മുതൽ അറിയാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ കൂടുതൽ പരിചയപ്പെടുന്നതും കമ്പനിയാകുന്നതൊക്കെ ദുബായിലേക്ക് വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ദിവ്യ ചേച്ചി ഒരു അമ്മയായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ട്രാൻസിഷൻ ആയിട്ട് അത് ഫീൽ ചെയ്യുന്നത്. സോ ഐ ജസ്റ്റ് തോട്ട് ഓഫ് ഫിൽമിങ് എ ക്വിക്ക് ചിറ്റ് ചാറ്റ് സെഷൻ വിത്ത് ഹർ. അപ്പൊ ദിവ്യ ചേച്ചി ഇപ്പോ ന്യൂ മോം ആണ് കേട്ടോ. നമ്മുടെ വാവയ്ക്ക് ഒരു 9 months ആയിട്ടുള്ളൂ. 11 months. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞങ്ങള് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടൊക്കെ കാണുമായിരുന്നു. ഇപ്പൊ വാവയുള്ള ഞങ്ങളെ കാണുന്നത് വളരെ കുറവ്. അപ്പൊ എന്തൊക്കെയാണ് ന്യൂ മോം ആയിട്ടുള്ള ഡിഫറൻസ്? പണ്ടത്തെ വീക്കെൻഡ്സും ഇപ്പോഴത്തെ വീക്കെൻഡ്സും തമ്മിലുള്ള മെയിൻ വ്യത്യാസം? പണ്ടത്തെ വീക്കെൻഡ്സ് എഴുന്നേക്കുന്നതൊക്കെ ഇപ്പഴും സെയിം തന്നെയാ, ഉച്ചയ്ക്കാ എണീക്കുമ്പോ. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പുറത്ത് പോവുക, അതായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇവിടെ എണീറ്റുള്ള ഇവിടെ കഴിക്കുക, ഇവർക്കുള്ള ഫുഡ് എടുത്തിട്ട് നമ്മൾ കഴിക്കില്ലേലും നമ്മൾ കുളിച്ചില്ലേലും അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കഴിക്കും. പിന്നെ ഫുൾ ഇപ്പൊ ഇവളുടെ സമയവും ഇവളുടെ മൂഡും അനുസരിച്ചാണ് നമ്മള് അതുമായിട്ട് അഡാപ്റ്റ് ആയി അല്ലേ? നമ്മുടെ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്യുന്നത് അവളെ ഡിപ്പെൻഡ് ചെയ്ത്. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട് ഒരുപാട് പേരന്റിങ് റീൽസ്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഓരോ പിള്ളേരും വ്യത്യാസമല്ലേ? അതേ രീതിയിൽ ഫോളോ ചെയ്യുന്നത് നല്ലതാണോ അതോ? അങ്ങനെ നമ്മൾ ട്രൈ ചെയ്താൽ ഇപ്പൊ അങ്ങനെ റീല് കണ്ടിപ്പോ ഫുഡ് കഴിപ്പിക്കുന്നതിനാണെങ്കിലും ഇവളുടെ രീതി വേറെ, അതുപോലെ ഇവളെ ചെയ്യാൻ നോക്കി ചിലപ്പോ ഇവൾക്ക് അത് പറ്റണമെന്നില്ല. പക്ഷെ ചില ഇൻഫർമേഷൻസ് ഒക്കെ കുറെയൊക്കെ നമുക്ക് നല്ലതാണ്. ഞങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ വാവയുടെ ക്ഷമയുടെ നെല്ലിപ്പലകൻ ഞങ്ങൾ പരീക്ഷിച്ചതുകൊണ്ട് അത് നടന്നില്ല. സോ ലാസ്റ്റ് കുറച്ച് ബോണസ് ഫുട്ടേജ് എന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കുക്കർ മന്തി കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് വന്നിരിക്കുന്നത്, വാവയുള്ളത് കൊണ്ട്. ഹലോ, കുക്കർ മന്തി കഴിക്കാൻ പോവാനോ നനുമ്മ? ഇതിനകത്ത് നോർമൽ സീറ്റിങ്ങും മജ്ലിസ് സീറ്റിങ്ങും ഉണ്ടായിരുന്നു. ഞങ്ങൾ വാവയുള്ളത് കൊണ്ട് മജ്ലിസ് സീറ്റിംഗ് ആണ് പ്രിഫർ ചെയ്തത്. കുറച്ച് നല്ല പ്രൈവസിയും കിട്ടും, കുഞ്ഞിന് ബോറടിക്കത്തുമില്ല, ക്രോൾ ചെയ്ത് നടക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒന്നിച്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ് റീകണക്റ്റിംഗ് വിത്ത് ദം. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ചിരിക്കുകയും ചെയ്തു. സോ they've got a pretty big menu full of Arabic dishes like mandi, madbi, magdood, madfoon and a bunch of other options. ആദ്യം തന്നെ അവർ ഒരു സൂപ്പ്, പിന്നെ നമുക്കൊരു സാലഡ്, ഒരു വെൽക്കം ഡ്രിങ്ക്, അതുപോലെ മന്തിയുടെ റൈസിൻ്റെ കൂടെ കഴിക്കുന്ന ചട്നീസും സോസസും കൊണ്ടുതരും. സൂപ്പും നല്ലൊരു ഫ്ലേവർഫുള്ളും സൂതിങ് ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
അങ്ങനെ ഞങ്ങളെല്ലാവരും സൂപ്പും ജ്യൂസും കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നന്നുകുട്ടിക്കൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം. അങ്ങനെ അവൾക്ക് ഒരു കുഞ്ഞ് സ്പൂണിൽ വാട്ടർമെലൺ ജ്യൂസ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വന്ന ഐറ്റം നമ്മുടെ കുക്കർ മന്തി ദേ എത്തിപ്പോയി. സൗദി കുക്കർ മഖ്ദൂദ് അങ്ങനെയാണ് അതിൻ്റെ പേര് ശരിക്കും. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ കുറച്ച് ലിക്വിഡി ആയിട്ട് നിറയെ വെള്ളമുള്ള പോലെ തോന്നും. പക്ഷെ വൺസ് ഇറ്റ് ഈസ് മിക്സ്ഡ് കറക്റ്റ് പാകമാണ് അതിനുള്ളത്. അതുപോലെ തന്നെ ആ വെജിറ്റബിൾസും മീറ്റും റൈസും എല്ലാം ഭയങ്കര പെർഫെക്റ്റ്ലി കുക്ക്ഡായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഫീലാണ്. അതോടൊപ്പം ഫ്ലേവർ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിറ്ററലി എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു കിഡിലൻ ഐറ്റമാണ്. ഇഫ് യു ഗൈസ് ആർ ഇൻ ദുബായ് ഓർ പ്ലാനിങ് എ ട്രിപ്പ് ടു ദുബായ്, എന്തായാലും ഈ സൗദി കുക്കർ മട്ടൻ മഖ്ദൂദ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കുക്കർ തുറന്നു നോക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ വൺസ് ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ പ്ലേറ്റ് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല, കറക്റ്റ് പാകമാണ്. പക്ഷെ തികയത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ഡിഷും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ടർക്കിഷ് ചിക്കൻ മദ്ബി. പക്ഷേ ഇത് രണ്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കുക്കർ മട്ടൻ മഖ്ദൂദ് തന്നെയാണ് കേട്ടോ. ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ സംതിങ് വിത്ത് യു. ഒരാഴ്ച ഫുള്ള് കഷ്ടപ്പെട്ട് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു വീക്കെൻഡ് കിട്ടുമ്പോൾ പുറത്തേക്ക് പോയി ഇഷ്ടമുള്ള ഫുഡ്, അതും വിത്ത് പീപ്പിൾ ഹു ഫീൽ റിയലി ലൈക്ക് ഹോം, അതൊരു ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആണ് കേട്ടോ. ദിസ് ഈസ് വാട്ട് മേക്സ് വീക്കെൻഡ്സ് ഇൻ ദുബായ് റിയലി സ്പെഷ്യൽ ഫോർ അസ്. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട്, ദ ഫുഡ്. ഐ ഹാവ് ഓൾവേസ് ബീൻ എ ഫുഡി അറ്റ് ഹാർട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വിസീൻസ് ട്രൈ ചെയ്യാനും അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഈ ഫുഡെല്ലാം ട്രൈ ചെയ്യിക്കാനും ഒക്കെ ദർ ഇസ് എ ക്വൈറ്റ് കൈൻഡ് ഓഫ് ജോയ് ഇൻ ദാറ്റ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിയാറായപ്പോഴേക്കും അവർ അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ലുഖീമത്ത് കൊണ്ടുവന്നു. അതിൻ്റെ കൂടെ നമ്മുടെ അറബിക് കാവ്യം കൂടെ കൊണ്ടുതന്നു. ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ഇത്രയും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഈ ഒരു ചായ കൂടെ കുടിക്കുമ്പോഴത്തേനും നല്ല സുഖം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുക്കർ മന്തി കഴിച്ചു, മത്തി കഴിച്ചു, എന്തൊക്കെയോ കഴിച്ചു, ഫുഡെല്ലാം കഴിച്ചു. ഒത്തിരി നാൾ കൂടിയല്ലേ നമ്മള് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണം. അതുപോലെ ചേച്ചിക്കും യൂട്യൂബ് ചാനലുണ്ട്. രണ്ട് തുടങ്ങി വരുന്ന യൂട്യൂബേഴ്സ് ആണ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പൊ ഓക്കെ, ബൈ. സബ്സ്ക്രൈബ്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. So if you guys enjoyed this video, don't forget to subscribe and hit the bell icon so you never miss an update. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.